ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. കുടുംബവൃക്ഷം എന്ന അബദ്ധവൃക്ഷത്തിന്റെ വേരുകൾ തേടിയാണ് നമ്മുടെ യാത്ര. ഇത്തരം അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച ചർച്ചയാണോ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ മുഴങ്ങി കേൾക്കേണ്ടതെന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ലെന്ന് പറയാം. മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെയാണ് ദൈവോന്മുഖമാക്കുക? നാം ജീവിതത്തിൽ അനുഭവിക്കുന്ന സാധാരണ വേദനകളിലും ക്ലേശങ്ങളിലും സഹനങ്ങളിലും ജീവിത പ്രക്രിയക്കകത്തൊക്കെ എങ്ങനെയാണ് ക്രിസ്തു ബോധത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുക, അങ്ങനെ ദൈവരാജ്യാഭിമുഖ്യമുള്ള ഒരു ജനതയായിട്ട് മാറുക എന്നതാണ് നാം ചർച്ച ചെയ്യേണ്ടതും പഠിക്കേണ്ടതും. 2 തീമോത്തിയുടെ ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ വചനം അത് പറയുന്നുണ്ട്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കണം. വിശ്വാസം പഠിപ്പിക്കേണ്ടവർ തന്നെ അന്ധകാര ശക്തികളെക്കുറിച്ചുള്ള അമിതമായ പഠനങ്ങൾ, ഡെമനോളജി എന്നൊക്കെയാണ് പറയുക. ഡെമനോളജി യഥാർത്ഥത്തിൽ കത്തോലികമല്ല. അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ വ്യക്തമായി അത് പറയുന്നുണ്ട്. ഇത് പഠിക്കുന്നവർ പൈശാചിക തിന്മകളിലേക്കാണ് പോവുക. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇടിച്ചെങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ പഠിക്കുക, എങ്ങനെ സുരക്ഷിതമായി നിയമമനുസരിച്ച് പോകാമെന്നാണ് പഠിപ്പിക്കുക. തെറ്റിലൂടെ അല്ലല്ലോ നന്മ പഠിക്കേണ്ടത്. ഇനി കുടുംബവൃക്ഷം പോലുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ വേരുപാകിയിട്ടുണ്ട്. ആളുകൾ ഹൃദയത്തെ അത് ഭരിക്കുന്ന രീതിയിലായിട്ടുണ്ട്. പുസ്തകങ്ങൾ വരെ അതിനെക്കുറിച്ചുണ്ടായി. അതിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ള പുസ്തകങ്ങളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് വീണ്ടും സംസാരിക്കാം. അങ്ങനെ നിരന്തരമായി ഇത്തരം പ്രഘോഷണങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ എതിർക്കുന്ന ആളുകൾ എന്താണ് പറഞ്ഞതിലെ പെശകെന്ന് പറയാതെ പറയുന്നയാൾക്ക് വിവരമില്ല എന്ന് പറയും. അതൊരു എളുപ്പമുള്ള മാർഗമാണ്. നമ്മൾ പറയുന്ന വിഷയങ്ങളെല്ലാം കത്തോലിക്ക തിരുസഭ എങ്ങനെ പഠിപ്പിക്കുന്നു, എങ്ങനെയാണ് സഭ പ്രബോധിപ്പിക്കുന്നത് എന്നതനുസരിച്ചാണ്. ഒരു സഹോദരൻ എന്നോട് ചോദിക്കുകയുണ്ടായി, എന്നിട്ട് ഈ അബദ്ധ പ്രബോധനങ്ങളൊക്കെ വന്നിട്ട് എന്താ നടപടിയൊന്നും ഉണ്ടാകാതെ? നടപടി ഉണ്ടാകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സഭ ചെയ്യുന്ന കാര്യമല്ല. ഒരു കാര്യം അബദ്ധമാണെന്നതിനെക്കുറിച്ച് ദീർഘമായ പഠനങ്ങളിലൂടെയാണ് സഭ എത്തിച്ചേരുക. പിന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിലും ധ്യാനങ്ങളിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ സഭ പഠിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. കാരണം അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ പലതും നിരോധിച്ചേനെ. അന്ധവിശ്വാസങ്ങൾ പരത്തുന്ന, സമുദായവാദം ഉയർത്തുന്ന, മൗലികവാദത്തിലേക്ക് വരെ പോകുന്ന തരത്തിൽ പ്രഘോഷണങ്ങൾ കേൾക്കുന്നു. അത്തരം സാഹചര്യങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കുന്നവരെ വിലക്കേണ്ടതാണ്. നമ്മൾ ഒരു വ്യക്തിയെ വിലക്കണമെന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തി മോശമാണെന്നോ പറയാൻ വേണ്ടിയല്ല കാര്യങ്ങൾ പറയുന്നത്. ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ വിഷയത്തിനകത്തുള്ള തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. വിശ്വാസികളെന്ന നിലയ്ക്ക് സഭയ്ക്കകത്ത് ആയിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരേപോലെ ബാധ്യതയുള്ള കാര്യമാണ്. യുക്തിപൂർവ്വം അതിനെക്കുറിച്ച് പഠിക്കുക. ഫെയ്ത്ത് സീക്കിംഗ്, അണ്ടർസ്റ്റാൻഡിങ്. യുക്തിരഹിതമായ വിശ്വാസം അന്ധമാണ്. ഇത് സഭ തന്നെ പഠിപ്പിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് കുടുംബവൃക്ഷം എന്ന ഒരു മഹാ അബദ്ധം നമ്മുടെ സമൂഹത്തിനകത്ത് വ്യാപകമായി വിശ്വാസത്തിലേക്ക് വരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ 2 പിഴവുകൾ സംഭവിക്കുമെന്നാണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത്. ഒന്ന്, വ്യക്തിപരമായ ആത്മാനുതാപത്തിൻ്റെ മേഖല നഷ്ടപ്പെടും. ആള് കുറ്റക്കാരൻ പുറത്താണെന്ന് വരും. രണ്ടാമത്, ഇത് മുജ്ജന്മപാപ സിദ്ധാന്തം ഉണ്ടല്ലോ, കർമ്മഫല സിദ്ധാന്തം, അതുമായിട്ട് ചേർന്ന് പോകും. അങ്ങനെ വരുമ്പോൾ അന്വേഷണാത്മക മതങ്ങളിലേക്ക് തിരികെ പോക്കായിട്ട് മാറും. നമ്മുടെ വിശ്വാസം വെളിപ്പെട്ട ഒരു ദൈവത്തെക്കുറിച്ചാണ്, റിവീൽഡ് ഗോഡ്. നമ്മുടെ ദൈവം വെളിപ്പെട്ട ദൈവമാണ്. ക്രിസ്തുവിൽ രക്ഷ നമുക്ക് കരഗതമായതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ സഭയിൽ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏറ്റവും ഉന്നതമായൊരു സ്ഥാനത്ത് നിൽക്കുന്ന നമ്മൾ നിസാരമായ പ്രാകൃതമായ അന്ധവിശ്വാസങ്ങളിലേക്ക് തിരികെ പോകുന്നു എന്നതാണ് അതിലെ പരാജയം. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിലൂന്നി വേണം ഒരു ചർച്ച ഉണ്ടാവാനും. നിരവധി ആളുകൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ വിഷയത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ആ സംശയങ്ങളൊന്ന് പരിശോധിക്കാം. നമുക്ക് എല്ലാ വീഡിയോകളുടെയും കീഴെ വരുന്ന കമൻറ്റുകൾ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒക്കെ ഉത്തരം പറയാൻ ശ്രമിക്കാറുണ്ട്. ചിലത് ഉത്തരം അന്വേഷിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഒരു മറുപടി പ്രതീക്ഷിച്ചിട്ടല്ല, വെറുതെ കമൻറ്റ് ചെയ്യുന്നതാണ്. പലപ്പോഴും വീഡിയോ കാണാതെയാണ്. ചില ചോദ്യങ്ങൾ വ്യക്തമായി വീഡിയോ കാണാത്തതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയതാകാം. അപ്പോൾ വീണ്ടും ഒന്നോ രണ്ടോ പ്രാവശ്യം കേൾക്കാൻ ശ്രദ്ധിക്കണം
എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ആ ചോദ്യങ്ങളിലേക്കൊന്ന് പോകാം. പൂർവികരുടെ പാപങ്ങൾ നമ്മിലേക്ക് വരുമെന്നും അവ നമ്മുടെ ഭൗതിക ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും തടസ്സമുണ്ടാക്കുമെന്നും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നിരവധിയായ തകർച്ചകളുടെ കാരണം ഇങ്ങനെ പൂർവിക പാപബന്ധനമാണ് എന്നതുമാണ് കുടുംബവൃക്ഷത്തിൻ്റെ കാതലായ സന്ദേശം. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അവിടെ ചോദ്യം വന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ചാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. മുൻപുള്ള വീഡിയോകളിൽ ശുദ്ധീകരണാത്മാക്കളെ സംബന്ധിച്ച പഠനങ്ങളിലൊക്കെ വ്യക്തമായി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യം, നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യം പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചുരുക്കി അതിനെക്കുറിച്ച് 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, സഭ എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് ആദ്യം ഉണ്ടാകണം. സഭ, സമരസഭ, സഹനസഭ, വിജയസഭ. അതിൽ സമരസഭയിൽപ്പെട്ടവരാണ് നമ്മൾ ഈ ലോകത്ത് ജീവിത പ്രതിസന്ധികളോട്, സാഹചര്യങ്ങളോട് നേർക്കുനേർ നിന്ന് പടപുരുതിയാണ് പോകുന്നത്. വിശ്വാസത്തിൻ്റെ പടപുരുതിയിട്ടാണ്. എഫെസ്യർ 6:10 മുതൽ തിരുവചനങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഒരു അങ്ങനെ ആത്മീയ സമരത്തിലൂടെ മുൻപോട്ട് പോകുന്നവരാണ് സമരസഭ. സഹനസഭ എന്താ? ശുദ്ധീകരണാത്മാക്കളാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് തനിയെ കഴിയില്ല. കാരണം അവർക്ക് മനസ്സില്ല, അവർക്കുള്ളത് ആത്മാവാണ്. അപ്പോൾ അവർക്ക് മാനുഷികമായ നമ്മുടെ മനസ്സില്ലാത്തത് കൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. അവർക്ക് സഹിക്കാൻ ശരീരമില്ല. നമ്മൾ എടുക്കുന്ന പോലെ എഫർട്ട് എടുക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് കഴിയാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ പാപങ്ങളും കുറവുകളും ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് പാപക്കടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? അവർ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടവരാണ്, നമുക്ക് വേണ്ടി നന്മ ചെയ്തവരാണ്. നമ്മൾ നിലനിൽക്കുന്നത് തന്നെ അവരുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവരുടെ നന്ദി സൂചകമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇനി വിജയസഭയിലുള്ളവരോട് മാധ്യസ്ഥവും പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് സഭ പ്രാർത്ഥന വഴി ഒരു ബന്ധത്തിലായിത്തീരുക. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് ഒരിടത്തും നമ്മൾ പറഞ്ഞിട്ടില്ല. മരിച്ചവരുടെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തെ ബന്ധിക്കുമെന്നും പൂർവികരുടെ പാപങ്ങൾ നമ്മിലേക്ക് ഇങ്ങനെ കടന്നു വരുമെന്നും പറയുന്ന അബദ്ധ സിദ്ധാന്തത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് അബദ്ധമാണ്. പാപം വ്യക്തിപരമാണ്. അതുകൊണ്ട് അവരുടെ പാപങ്ങൾ വ്യക്തിപരമായി അവർ ചെയ്തു പോയ തെറ്റുകൾക്കും കുറവുകൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നമുക്ക് കഴിയും. അവരുടെ പാപങ്ങളോ കടങ്ങളോ നമ്മിലേക്ക് കടന്നു വരില്ല എന്ന സഭയുടെ പ്രബോധനമാണ് നമ്മൾ പറയുന്നത്. ഇനി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവസന്നിധിയിലുള്ള വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും എന്നുള്ളത് ശരിയാണ്. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, ബന്ധത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് പോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പറുദീസയിലേക്ക് പോകുമെന്നും അങ്ങനെ പറുദീസയിലാകുമ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി മാത്രമല്ല, നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മൾ ദൈവസന്നിധിയിൽ ഈ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ദൈവോന്മുഖമാണോ നാശോന്മുഖമാണോ? അത് ദൈവോന്മുഖമായ പ്രവൃത്തിയാണ്. കാരണം സകല ആത്മാക്കളും രക്ഷപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ രക്ഷ പ്രാപിക്കും. മനുഷ്യനെന്ന നിലയ്ക്ക് മനുഷ്യത്വം മുഴുവൻ രക്ഷയിലേക്ക് വരും എന്നുള്ള ദൈവിക പദ്ധതിയല്ലേ. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നതിന് സംശയമൊന്നും വേണ്ട. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹം പ്രാപിക്കാനാകരുത്, അവരോടുള്ള സ്നേഹത്തെ പ്രതിയാകണ്ടേ. നമ്മുടെ പൂർവികരോട് നമുക്ക് സ്നേഹം ഉണ്ടാവണ്ടേ, നമ്മുടെ പൂർവികരോട് നമുക്ക് നന്ദി ഉണ്ടാവണ്ടേ. അങ്ങനെ നന്ദിയോടെയും സ്നേഹത്തോടെയും നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ കാരണം അത് ദൈവ പദ്ധതിയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇനി കുർബാന അർപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഒരു സഹോദരൻ പ്രത്യേകം വാട്സപ്പിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കുന്നതിൽ കാര്യമുണ്ടോ? കാര്യമുണ്ട്. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി എന്നല്ല, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യത്തെ സംസ്കാര ശുശ്രൂഷകൾ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അടക്കം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന 2-3 കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ചുരുക്കി പറയാം. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 1689 വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം, മരിച്ച ഒരാളെ ഓർത്ത് കുർബാന അർപ്പിക്കുമ്പോൾ അദൃശ്യതയുടെ ലോകത്തുള്ള അയാളുമായി സഹവസിച്ച് ജീവിക്കാൻ പഠിക്കുന്നു എന്നാണ്. ഒരു കുർബാന അർപ്പണത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ പാപങ്ങൾക്കും കടങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതോടൊപ്പം നമ്മൾ അദൃശ്യ ലോകത്തെ വിശ്വസിക്കാനും ആ അദൃശ്യ ലോകത്തുള്ളവരുമായി സഹവസിക്കാനും സഭ പഠിക്കുന്നു എന്നാണ് പറയണേ. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.
നമുക്ക് അവരെ നേരിട്ട് കാണാൻ വയ്യ. പക്ഷെ അവരോട് ബന്ധത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയും. എങ്ങനെയാണ്? ക്രിസ്തുവിൽ ഒരു ബലിയർപ്പണ വേദിയിൽ നമ്മൾ നമ്മുടെ ജീവിതം മുഴുവനും അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ കൂടി നമ്മൾ സ്മരിക്കുന്നു. കുർബാനയിൽ അങ്ങനെ സ്മരിക്കുന്നുണ്ടല്ലോ, ചെറിയവരെല്ലാം വലിയവരൊപ്പം പാർത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ. അവിടെ സംഭവിക്കുന്നത് എന്താ? ബലിപീഠത്തിൽ ഈ ചെറിയവരും വലിയവരും, അത് ചെറിയവരെന്ന് വെച്ചാൽ ശുദ്ധീകരണാത്മാക്കളും, വലിയവരെന്ന് വെച്ചാൽ വിജയസഭയിലെ അംഗങ്ങളും ഒന്നിച്ചു വരുന്നു എന്നാണ് വിശ്വസിക്കണേ. അപ്പൊ പരിശുദ്ധ കുർബാന ഭൂമിയിൽ നമ്മൾ കുറച്ചുപേർ അർപ്പിക്കുന്ന ഒരു കാര്യം മാത്രമായിട്ട് കരുതരുത്. അത് സ്വർഗീയ സഹവാസമുള്ള ഒരു കാര്യമാണ്, സകലതിനെയും ഉൾച്ചേർക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണം. മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരോടുള്ള സ്നേഹപ്രഖ്യാപനമാണ്. ഒപ്പം തന്നെ ഒരു പ്രത്യാശയുടെ കാരണം കൂടിയാണ്. മരണം ഒരു അവസാന വാക്കല്ലെന്നും ദൈവസന്നിധിയിൽ നമുക്ക് ഒരു നിത്യജീവിതമുണ്ടെന്നും ഉറപ്പാക്കുന്നൊരു കാര്യം കൂടിയാണ്. വിശ്വാസസംബന്ധമായ ഒരു വലിയ വിഷയമാണത്. ഗ്രിഗോറിയൻ മാസ് അർപ്പിക്കുന്നതിനെ കുറിച്ച്, കുർബാന അർപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ ശുദ്ധീകരണാത്മാക്കളുമായി ബന്ധപ്പെട്ട് 2 or 3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അവയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അത് മുഴുവൻ പറയാൻ ഇവിടെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് സമയക്കുറവുണ്ട്. ഇനി തൊടുപുഴയിലെ ഒരു ഡിവൈൻ മേഴ്സി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട സംശയമാണ് ഉന്നയിക്കപ്പെട്ടത്. അവിടെ ഒരു പെൺകുട്ടിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്രേ. അങ്ങനെ ആ പ്രത്യക്ഷപ്പെട്ടതിലൂടെ പറഞ്ഞു കൊടുത്ത പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ പൂർവികരുടെ 4 തലമുറകൾ പിൻപിലുള്ള പൂർവികരെ കുറിച്ചുള്ള ബോധ്യമാണ്. അവരുടെ പാപകടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അവിടെ നടക്കുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. ഞാനത് പോയിട്ടില്ല, എനിക്ക് നേരിട്ട് അറിവുള്ള കാര്യമല്ല. പൂർവിക ശാപം നമ്മിലേക്ക് കടന്നു വരാതിരിക്കാൻ 4 തലമുറകളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക പ്രാർത്ഥന. എനിക്കതിനെക്കുറിച്ച് അറിവില്ല, അവിടെ അങ്ങനെ സംഭവിക്കുന്നതിനെക്കുറിച്ച് അറിവില്ല. പക്ഷേ 2-3 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ പോയിട്ടുള്ളവർ പറഞ്ഞ 2-3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ഒന്ന്, കർത്താവ് മിശിഹ നമ്മെ വിശുദ്ധീകരിക്കുകയും പാപങ്ങളുടെ കടങ്ങളിൽ നിന്നും ബന്ധനത്തിൽ നിന്നും വിടുതൽ നൽകുകയും മാമോദീസ വഴി സ്വതന്ത്രരാക്കുകയും ചെയ്തതിനു ശേഷം പുതിയ നിയമത്തിന്റെ പ്രബോധനത്തെ ഈ ലോകത്തിൽ അവതരിപ്പിക്കുന്ന പരിശുദ്ധ മറിയം പഴയ നിയമത്തിലെ ഒരു പൂർവിക ശാപത്തിന്റെ കഥ പറയുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധ്യമല്ല. സഭയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയുമെന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സഭ അത് അംഗീകരിച്ചിട്ടുമില്ല. അംഗീകരിച്ച ഔദ്യോഗികമായ ഒരു കാര്യമല്ല. അപ്പോൾ ആ പ്രബോധനത്തിൽ അവർക്ക് കിട്ടിയ സന്ദേശം ശരിയോ തെറ്റോ എന്നതിനെക്കുറിച്ച് സഭ പഠിക്കുന്നുണ്ടായിരിക്കണം. സഭയ്ക്ക് ആ ബിൽഡിംഗ് എഴുതി കൊടുത്തു എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ സഭ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടാവണം. രണ്ടാമത്, അതേപോലെ തന്നെ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത പരിശുദ്ധ ദൈവമാതാവ് പറയുമെന്ന് ഒരിക്കൽ പോലും നമുക്ക് വിശ്വാസ സമൂഹത്തിന് കരുതാൻ കഴിയാത്തൊരു കാര്യമാണ് ചില നിറങ്ങളിലുള്ള സാരി ഉടുപ്പിക്കണം മാതാവിനെ എന്ന് പറയുന്ന കാര്യം. പരിശുദ്ധ മറിയം ഈ ഭൂമിയിൽ വന്നിട്ട് നമ്മളോട് പറയുന്നത്, എനിക്ക് ആഴ്ചയിൽ സാരി മാറി തന്നെ അത് ഇന്ന കളർ സാരി ഉടുക്കണമെന്നാണോ? ബാലിശമായ വിശ്വാസത്തിൻ്റെതെന്ന് പറയാൻ കഴിയാത്ത, കേവല ഭക്തിയുടെ ലഹരിയിൽ തോന്നാവുന്ന ഒരു അബദ്ധമായിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളെ എനിക്ക് കാണാൻ കഴിയൂ. അത് ചിലപ്പോൾ എൻ്റെ കുറവായിരിക്കും. ചിലരൊക്കെ പറയാറുണ്ട് എനിക്ക് ജ്ഞാനം കുറവാണ്, അതുകൊണ്ടായിരിക്കാം. കത്തോലിക്ക തിരുസഭ ഒരിക്കലും അംഗീകരിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യാത്ത ഇത്തരം കാര്യങ്ങൾ ആണ് അവിടെ പഠിപ്പിക്കുന്നതെങ്കിൽ, അതാണ് അവരുടെ വിശ്വാസത്തിന് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ അതൊരു അബദ്ധമാണെന്ന് പറയാൻ ഒരു മടി എനിക്കില്ല. കാരണം കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്ന കാര്യം മാത്രമേ നമ്മൾ പഠിപ്പിക്കൂ. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു അബദ്ധം എങ്ങനെയാണ് നമ്മളെ കാർന്നു തിന്നുന്നതെന്ന്. കത്തോലിക്ക തിരുസഭയിൽ പരിശുദ്ധ ദൈവമാതാവിന് തിരുസ്വരൂപങ്ങൾ എത്ര ഉണ്ടെന്ന് എണ്ണാൻ പറ്റുമോ? വിശ്വാസികളുടെ ഭവനങ്ങളിൽ തുടങ്ങി ദേവാലയങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ രൂപങ്ങളിലും രീതികളിലുമുള്ള പരിശുദ്ധ ദൈവമാതാവിൻ്റെ ചിത്രങ്ങളും തിരുസ്വരൂപങ്ങളും ഉണ്ട്. അവയിലൊന്നും പരിശുദ്ധ ദൈവമാതാവ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് അറിയാം. അതാണ് നമ്മുടെ വിശ്വാസത്തിനകത്തുള്ള ഒരു ബലം. 1500-ലധികം രീതികളിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്റ്റാച്യുകളുണ്ട്. ഒടുലുപ്പ മാതാവല്ല ഫാത്തിമ മാതാവ്, ഫാത്തിമ മാതാവല്ല ലൂർദ് മാതാവ്, ലൂർദ് മാതാവല്ല അമലോത്ഭവ മാതാവ്. ഞാൻ രാജസ്ഥാനിൽ ചെന്നപ്പോൾ സെക്രട്ടറിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് താഴെ നോക്കിയാണല്ലോ വരുന്നത്. രൂപക്കൂടിൻ്റെ അടുത്ത് വന്നു, ഒന്ന് കുമ്പിട്ടിട്ട് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു മാതാവ്.
ബഹുസുന്ദരിയായ ഒരു യുവതിയുടെ രീതിയിൽ മുടി അഴിച്ചിട്ടിട്ട് നിലം പറ്റ മുടിയുള്ള ഒരു മാതാവ് പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവർ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. ഇതിന് ഇത്ര അർത്ഥമുള്ളൂ. മാതാവിൻ്റെ തിരുസ്വരൂപങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല. മാതാവ് ഇങ്ങനെയാകണമെന്ന് പറയാനില്ല. ആഫ്രിക്കക്കാരൻ ചിന്തിച്ചാൽ ആഫ്രിക്കക്കാരൻ്റെ മാതാവ് എങ്ങനെയിരിക്കും? ഒരു തിരുസ്വരൂപത്തിനകത്ത് വിശുദ്ധ പരിശുദ്ധ അമ്മ ഇല്ല എന്ന ഒരു പരമാർത്ഥം നിങ്ങൾ അറിയണം. സഭ അങ്ങനെ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പഠിപ്പിച്ചാൽ അത് വിഗ്രഹാരാധനയായിട്ട് മാറും. അപ്പോൾ ഈ ഡിവൈൻ മേഴ്സിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. ഈ തിരുസ്വരൂപത്തിൽ ജപമാലകൾ ഇടും. രാത്രി കാലത്ത് നിറച്ച് ജപമാലകൾ ഇടും. എന്നിട്ട് ആ ജപമാലകൾ പിറ്റേ ദിവസം ആളുകൾക്ക് വിതരണം ചെയ്യും. അപ്പോൾ വിതരണം ചെയ്യുമ്പോൾ അങ്ങനെ ജപമാല കിട്ടുന്നവർ അവിടെ തന്നെ ജപമാല വിൽക്കുന്നുണ്ട്. അതിലൊരു ജപമാല വാങ്ങി അവിടെ കൊടുക്കണം. ആ ജപമാലയാണ് പിന്നെ പിറ്റേ ദിവസം ഈ മാതാവിൻ്റെ ദേഹത്ത് ഇടുക. ഈ മാതാവിൻ്റെ ദേഹത്ത് ജപമാല ഇടുന്നതും രസകരമായൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ജപമാല നമുക്ക് ഡൊമിനിക്കിന് തന്നതാരാ? പരിശുദ്ധ ദൈവമാതാവ്. അങ്ങനെയല്ലേ വിശ്വാസം? നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടിയ ജപമാല മാതാവിൻ്റെ കയ്യെ കൊണ്ടിട്ടു. സ്വർണത്തിൻ്റെ കൊന്തവരെ ഇട്ട് കൊടുക്കുന്ന ആളുകളുണ്ട് മാതാവിൻ്റെ കയ്യിൽ. ഇങ്ങോട്ട് തന്നത് തിരിച്ചു കൊടുത്ത് കൈ വെച്ചാൽ മതി എന്നാ പറഞ്ഞതിനർത്ഥം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിങ്ങനെ അധപ്പതിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഈ തിരുസ്വരൂപത്തിൻ്റെ മേലിട്ട ഈ കൊന്തയ്ക്ക് സവിശേഷമായ എന്തെങ്കിലും സിദ്ധിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ അതൊരു വിഗ്രഹാരാധനയാണ്. അത് തെറ്റായ നടപടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ അബദ്ധങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തൊടുപുഴയിൽ ഡിവൈൻ മേഴ്സി അറിയാവുന്നത്. ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് അംഗീകരിക്കാനോ സ്വീകരിക്കാനോ കഴിയില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്നേ. കാരണം ഞാൻ സഭ പഠിപ്പിക്കുന്നതിലെ വിശ്വസിക്കൂ, സഭയുടെ പ്രബോധനത്തിലെ വിശ്വസിക്കൂ. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ സഭാപ്രബോധനങ്ങളായതുകൊണ്ട് ഞാൻ അവയിൽ ഉറച്ചു നിന്ന് പറയും. അത് ഒരു കേന്ദ്രത്തോട് വിരോധം ഉണ്ടായിട്ടോ ഏതെങ്കിലും ഒരാൾക്ക് ദൈവാനുഭവം ഉണ്ടായില്ലെന്നോ അർത്ഥത്തിലല്ല. ആ പറഞ്ഞ പെൺകുട്ടിക്ക് മാതാവിൻ്റെ ഒരു സന്ദേശം കിട്ടിയിട്ടുണ്ടാകാം. അതൊരു പേഴ്സണൽ റെവലേഷനാണ്. സഭ അങ്ങനെയാണ് പഠിപ്പിക്കുക, വ്യക്തിപരമായ സന്ദേശം. അത് അച്ഛന് കിട്ടിയാലും കൊള്ളാം. അച്ഛന് കിട്ടിയെന്ന് പറഞ്ഞ് അച്ഛന്മാർ മാതാവിനെ വെച്ചുകൊണ്ട് നടത്തുന്ന പരിപാടികളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഉടമ്പടി പോലുള്ള പരിപാടികൾ. ഇതൊക്കെ പേഴ്സണൽ റെവലേഷനാണ്. ഒരിക്കലും വ്യക്തിഗതമായ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാനോ പ്രചരിപ്പിക്കാനോ പാടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവമാതാവ് നമുക്ക് സന്ദേശങ്ങൾ നൽകിയ സ്ഥലങ്ങളായി സഭ അംഗീകരിച്ച ലൂർദും ഫാത്തിമയും ഒക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ദൈവമാതൃഭക്തി എന്ന് പറയുന്നത് കേവലമായ ഇത്തരം സന്ദേശങ്ങളുടെ പിന്നാലെ പായാനുള്ളൊരു അവസരമാണെന്ന് കരുതരുത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തിപരമായും ഒരു യുക്തിചിന്ത നമുക്ക് ആവശ്യമുണ്ട്. ഈ പറയുന്നത് ദൈവവചനമായിട്ട് എങ്ങനെ ഒത്തുപോകും, സഭാപ്രബോധനമായിട്ട് എങ്ങനെ ഒത്തുപോകും എന്ന് നമ്മൾ ആലോചിക്കണ്ടേ. സഭ പൂർവിക പാപങ്ങൾ എന്ന് പറയുന്ന ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. കാരണം അത് സഭയുടെ വിഷയമല്ല. സഭ അത് അംഗീകരിക്കുന്നില്ല. അത് അംഗീകരിക്കാത്ത നിലയ്ക്ക് നമുക്ക് അത്തരം സന്ദേശങ്ങളെ സ്വീകരിക്കാനും സാധ്യമല്ല. ഒരു കമൻറ്റ് വന്നത് എസെക്കിയേൽ 18 എസെക്കിയേൽ 18 വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ പൂർവിക ബന്ധമില്ല, പൂർവിക പാപബന്ധനം നമ്മിലേക്ക് പ്രവേശിക്കില്ല എന്നുള്ളത്. അവിടെ എസെക്കിയേൽ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളിങ്ങനെ പിതാക്കന്മാർ മുന്തിരിക്ക നിന്നാൽ മക്കളുടെ പല്ലുകൾ പുളിക്കുമെന്ന് ഈ പഴങ്കഥ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിന് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെവിടെയാണ് ചോദിക്കുന്നത്? ഈ പഴയ നിയമത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, പുറപ്പാടടക്കമുള്ള നിയമാവർത്തനത്തിലടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കഥകളെക്കുറിച്ചാണ് ഈ ചോദിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഈ പഴമൊഴി ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? എന്നിട്ട് വ്യക്തിപരമാണ് ഉത്തരവാദിത്വമെന്നും അതുകൊണ്ട് പശ്ചാത്തപിക്കേണ്ടതുണ്ടെന്നുമാണ് എസെക്കിയേൽ 18 പറയുന്നത്. ഒരുപക്ഷെ ആ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാകാം അദ്ദേഹം ആ സന്ദേശം ഇട്ടത്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിന് നന്ദി. ഒപ്പം തന്നെ ഇത് മനസ്സിലാക്കണം, എസെക്കിയേൽ 18 പറയുന്നത് ഒരിക്കലും ഈ പൂർവിക പാപബന്ധനം ഇല്ല എന്നുള്ള കാര്യമാണ്. അതിൽ വിശ്വസിക്കേണ്ടതില്ലെന്നും വ്യക്തിപരമാണ് പശ്ചാത്താപം എന്ന നിലയ്ക്കുമാണ്. ഇനി പുറപ്പാടിൽ 34:7 പുറപ്പാട് 34:7 ആണ് ഇവർ പറയുന്ന ഈ പൂർവിക പാപശാപബന്ധനങ്ങളുടെ ഈ വേരുകളെക്കുറിച്ച് പറയുന്നതിൻ്റെ മൂലമായിട്ടുള്ളത് ഈ വാക്യമാണ്. പുറപ്പാട് 34:7 പറയുന്നത് തെറ്റുകളും കുറ്റങ്ങളും അത്യുദാരമായി ക്ഷമിക്കുന്ന ഒരു കരുണ കാണിക്കുന്ന ദൈവമാണെന്നാണ് ആദ്യ ഭാഗം. അതുകൊണ്ട്
കരുണാവാനായ ഒരു വലിയ ദൈവത്തെയാണ് അവിടെ ആദ്യം അവതരിപ്പിക്കുന്നത്. ഒപ്പം പറയുകയാണ്, അങ്ങനെയാണെങ്കിലും കുറ്റവാളികളുടെ നേരെ കണ്ണടയ്ക്കാതെ ഒരുവൻ്റെ കുറ്റത്തിന് അവൻ്റെ മക്കളുടെ 3ഉം 4ഉം തലമുറ വരെ ശിക്ഷിക്കുന്ന ദൈവമാണെന്നാണ് പറയുക. ഇതാണ് എസെക്കിയേൽ പ്രവചനം നേരത്തെ പറഞ്ഞത്. ഈ പഴങ്കഥ നിങ്ങളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് എസെക്കിയേൽ പ്രവാചകന്റെ കാലത്ത് തന്നെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ പറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പാപത്തിന് ശിക്ഷയുണ്ടോ? നിശ്ചയമായിട്ടുമുണ്ട്. പാപത്തിൻ്റെ ശിക്ഷ വ്യക്തിപരമാണ്. തനത് വിധിയിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഓരോരുത്തരും മരിക്കുമ്പോൾ അപ്പോൾ തന്നെ വിധി നടക്കും. വ്യക്തിപരമാണ്. ഓരോരുത്തരുടെയും പാപങ്ങൾ വ്യക്തിപരമായി ക്ഷമിക്കുകയും വ്യക്തിപരമായി ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം എങ്ങനെയാണ് തൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക? ഒരുവൻ്റെ പാപത്തിന് അനന്തര തലമുറകളിലേക്ക് വേരുപാകി കിടക്കുന്ന ഒരു ബന്ധനാവസ്ഥ അവിടെ നിലനിൽക്കുമെങ്കിൽ പിന്നെ വ്യക്തിപരമായ ഉത്തരവാദിത്വം എങ്ങനെ ഉണ്ടാവണേ? എൻ്റെ പാപത്തിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ അല്ല. കാരണം പൂർവികരുടെ പാപത്തിൻ്റെ ദോഷമാണ് എന്നിൽ ചായ്ച്ചിലായിട്ടുള്ളതെന്ന് വന്നാൽ, ലോകത്ത് മനുഷ്യകുലം ആകെ ദൈവസന്നിധിയിൽ ഒറ്റയാണ് എന്നത് ഒരു കാര്യം. അതേസമയം ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതവും ദൗത്യവുമുള്ളവരാണ്. എനിക്ക് നിങ്ങൾക്കുമുള്ള ഉത്തരവാദിത്വം വ്യക്തിപരമാണ്. നമ്മുടെ മനസ്സറിവോടെ മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങളാണ് നമ്മളെ നരകത്തിൽ പതിക്കാനിടയാക്കുക. മനസ്സറിവോടെ മനഃപൂർവ്വം, അവിടെയാണ് മാരകപാപം ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത്, ഇങ്ങനെ 3ഉം 4ഉം തലമുറ എന്ന് പറയാൻ കാര്യം എന്താ? 7 പൂർണ്ണസംഖ്യ ബൈബിൾ അനുസരിച്ച്. 3ഉം 4ഉം എന്ന് പറയുന്നത് തന്നെ അത് നിലനിൽക്കാവുന്ന ഒരു കാര്യമല്ല എന്നൊരു സൂചന അതിനകത്തുണ്ട്. അവിടെ ആകെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ദൈവം കരുണ കാണിക്കുന്നവനാണ്, എന്നാൽ തെറ്റുകളോടൊന്നും സമ്പൂർണ്ണമായി ക്ഷമിച്ചു കളയുന്നവനുമല്ല. ഒരു ശിക്ഷ നമുക്കുണ്ട്, നിത്യശിക്ഷ. ഈ ഭൂമി വെച്ചല്ല. നമ്മൾ ചെയ്യുന്ന വ്യക്തിപരമായ പാപത്തിന് നമ്മൾ ശിക്ഷയ്ക്ക് അർഹരാണ്. അപ്പം അങ്ങനെ നമ്മുടെ പൂർവികർ പാപം ചെയ്തെന്നിരിക്കട്ടെ, ഒരു കഠിന പാപി, വിഗ്രഹാരാധനയൊക്കെ ചെയ്ത ഒരാൾ മരിച്ചു, തനത് വിധിയാൽ നരകത്തിലേക്ക് പോയി. ആദ്യം തന്നെ അത്രത്തോളം മാരകപാപിയായിരുന്നു, അതുകൊണ്ട് നരകത്തിലേക്ക് പോയി. ആ നരകത്തിലേക്ക് പോയപ്പോൾ അയാളുടെ പാപത്തിനുള്ള ശിക്ഷയൊക്കെ അവിടെ കിട്ടിയില്ലേ? ഇനി അതിൻ്റെ ഒരു ഓഹരി നമുക്ക് വേണ്ടി കരുതി ഇപ്പുറത്തേക്ക് ഇട്ട് തരേണ്ട കാര്യം എന്താ? നിന്റെ മക്കളെ പിടിച്ചോളാന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെ ദൈവം പറയുന്നുണ്ടോ? ഇല്ല. പൂർവികർ പാപം ചെയ്താൽ അവരുടെ പാപത്തിൻ്റെ ഫലമായി നമുക്ക് സാമ്പത്തിക തകർച്ച ഉണ്ടാകും എന്ന് പറയുന്നത് ഒരു മഹാബദ്ധാണ്. പൂർവികരുടെ പ്രശ്നം കൊണ്ട് നമുക്ക് ചില തകർച്ചകളൊക്കെ ഉണ്ടാവും കേട്ടോ, പാപം കൊണ്ടല്ല. നമുക്കെങ്ങനെയാ? നമുക്ക് നല്ല അപ്പനാവണമെങ്കിൽ സമ്പാദിച്ച് തന്ന അപ്പനാവണം, അങ്ങനെയാണല്ലോ. അപ്പനൊരു മുതലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ നല്ല അപ്പനാ. അപ്പൻ കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ച ആളാണ്. ആള് ഭയങ്കര ദൈവത്തിനൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ കാശിന് ഉപകാരമില്ലാത്ത ആളായിരുന്നു. മക്കളെ ബുദ്ധിമുട്ടും. അപ്പോൾ സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നതാണോ ഒരാളെ വിശുദ്ധനാക്കുന്നത്? ഇനിയൊരു കാര്യം ചോദിക്കട്ടെ, കർത്താവ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരുവൻ സമ്പത്ത് ഉണ്ടാക്കുന്നതും അതിനടയിരിക്കുന്നതുമാണോ വിശ്വാസസംബന്ധമായ രക്ഷ? അതല്ലെങ്കിൽ തനിക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കുവച്ച് നിസ്വനായി ജീവിക്കുന്നതാണോ? കർത്താവിൻ്റെ മാർഗമനുസരിച്ചാണെങ്കിൽ എപ്പോഴും നിസ്വതയാണ് പ്രധാനപ്പെട്ടത്, അവരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു പോണേ കൂടെന്ന് പറയാം, പ്രോസ്പെരിറ്റി ഗോസ്പൽ, സമ്പത്ത് കേന്ദ്രീകൃതമായ വിശ്വാസം. സമ്പത്താണ് പരമപ്രധാനം. സമ്പത്തല്ല, മനുഷ്യജീവിതമാണ് പരമപ്രധാനം. മനുഷ്യജീവിതം രക്ഷോന്മുഖമാകുകയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു സംശയം വന്നത് ഇങ്ങനെയാണ്, ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പ്രകടമായ രൂപമായിട്ട് ഈ സമ്പത്ത് കാണുന്നുണ്ട്. അതെവിടെ? പഴയ നിയമത്തിലാണ്. നമ്മുടെ വിശ്വാസ പ്രഘോഷണം പഴയ നിയമത്തിൽ കേന്ദ്രീകരിക്കുമ്പോഴേ കുഴപ്പമുള്ളത്. പഴയ നിയമത്തിൽ ദൈവാനുഗ്രഹം സമ്പത്തായിരുന്നു, ശാപം എന്ന് പറയുന്നത് കഷ്ടപ്പാടായിരുന്നു. പഴയ നിയമത്തിൽ രോഗം ശാപമാണ്, അതേസമയം ആരോഗ്യം അനുഗ്രഹമാണ്. പുതിയ നിയമത്തിലോ? നിങ്ങൾ വിശുദ്ധാത്മാക്കളെ മുഴുവൻ എടുത്തു നോക്ക്. ആരുണ്ട് സമ്പന്നരായിട്ട്?
എല്ലാം കൊടുത്തു വിട്ടുകയും എല്ലാവർക്കുമായി പങ്കുവയ്ക്കുകയും ഒന്നുമില്ലാത്തവരായി തീരുകയും രോഗങ്ങൾ സഹിക്കുകയും ദാരിദ്ര്യത്തിൽ കിടക്കുകയും ഒക്കെ ചെയ്ത ആളുകളുടെ പേരാണ് ഈ വിശുദ്ധാത്മാക്കൾ. അവരെയൊക്കെ മാലയിടിച്ചാൽ മാത്രം പോരാ, അവരെന്താ പറഞ്ഞെന്നും അവരെങ്ങനെ ജീവിച്ചെന്നും കൂടി നമ്മൾ ആലോചിക്കണം. സഭയുടെ വിശുദ്ധ ജീവിത പാരമ്പര്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സമ്പത്തിനോട് ഉന്മുഖമായ ഹൃദയം അപകടകാരിയാണെന്നാണ്. അത് കർത്താവ് യേശു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും ഒരേപോലെ സേവിക്കാൻ കഴിയില്ല, രണ്ട് യജമാനന്മാരുണ്ടാകാൻ കഴിയില്ല. പ്രോസ്പെരിറ്റി ഗോസ്പൽ ദൈവാനുഗ്രഹം എന്ന് പറയുന്ന സമ്പത്താണെന്ന് പറയുമ്പോൾ, ഭൗതിക നേട്ടങ്ങളാണെന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാതിരുന്നാൽ കത്തോലിക്ക സഭ പ്രൊട്ടസ്റ്റന്റ് വ്യൂവിന് കീഴ്പ്പെടുന്നു എന്ന് പറയേണ്ടി വരും. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് പ്രബലമാണെന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ മനുഷ്യർക്ക് അത്യാർത്ഥിയാന്നേ. ലോകത്ത് മുഴുവൻ മനുഷ്യർക്കും സമ്പത്തുണ്ടാകണം, സുഖമുണ്ടാകണം, ഇഷ്ടം പോലെ ജീവിക്കാൻ കഴിയണം, നമുക്കെതിരായി ഒരു വിലക്കം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെയുള്ള മാനുഷിക പ്രകൃതത്തിന്റെ എല്ലാ കുഴപ്പങ്ങളും ലോകത്തും വ്യാപകമാണ്, പ്രബലമാണ്. അത് പ്രബലമായതുകൊണ്ട് അത് സത്യമാണോന്നില്ലല്ലോ. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 9-ാം തിരുവചനം പറയും, അവൻ നിസ്വനായിട്ട് ഭൂമിയിലേക്ക് വന്നു. എന്തിനാണ് അങ്ങനെ വന്നത്? പിതാവായ ദൈവത്തിൽ നിന്നും ക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ സകലത്തിൻ്റെയും ഉടയവനായ ഒരുവൻ തലചായ്ക്കാൻ ഇടമില്ലാത്തവനായി വന്നു. അവനെ അനുഗമിച്ച ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷോപലക്ഷം ആളുകൾ, വിശുദ്ധാത്മാക്കൾ, അവർ ഇങ്ങനെ ദാരിദ്ര്യത്തിലൂടെ മുമ്പോട്ട് പോയി. ഇപ്പോ ഇടക്കാലം വെച്ച് സമ്പത്ത് ദൈവാനുഗ്രഹമാണെന്ന പഴയ നിയമം കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്ന എന്തിനാ? ഈ ആർത്തിയെ തൃപ്തിപ്പെടുത്താനാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു അബദ്ധമാണ് എന്ന കാര്യം അംഗീകരിക്കണം. അതല്ലാതെ അത് പ്രബലമാണെന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല. പ്രബലമായ പലതും തിന്മയാണ്. യുദ്ധം പ്രബലമല്ലേ? അധികാരം പ്രബലമല്ലേ? നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? അപ്പൊ അതുകൊണ്ട് മയക്കുമരുന്ന് പ്രബലമല്ലേ? ലോകത്ത് മുഴുവൻ, ഇവിടെ മാത്രമൊന്നുമല്ല. അതുകൊണ്ട് അതൊക്കെ പ്രബലമാണ്. പ്രബലമായ പലതിനെയും എതിർക്കാൻ ഒരു ചെറുവിരൽ മതി നമുക്ക്. വിശ്വാസത്തിന്റെ വ്യക്തിപരമായ നിലപാടുകൾ, അത് നിശ്ചയമായിട്ടും സഭയിൽ വിശുദ്ധീകരണ അനുഭവം ഉണ്ടാക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഫ്രാൻസിസ്, അസീസിയിലെ ഫ്രാൻസിസ് സഭയെ വിശുദ്ധീകരിക്കുന്ന കാലത്ത് സഭ ആർഭാടത്തിലാണ്, സമ്പത്തിൽ ആറാടി നിൽക്കുന്ന, ദുഷിച്ചു നിൽക്കുന്ന സഭയ്ക്കകത്താണ് ദാരിദ്ര്യം പ്രഘോഷിച്ചുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് വരുന്നത്. ഫ്രാൻസിസ് സഭയെ വിശുദ്ധീകരിച്ചു, നവീകരിച്ചു. ഫ്രാൻസിസിന്റെ പ്രസംഗം സഭയെ നവീകരിക്കുന്നതാണ്. ഫ്രാൻസിസിന്റെ ജീവിതം സഭയെ നവീകരിക്കുന്നതാണ്. എനിക്കും നിങ്ങൾക്കും അതേ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് എൻ്റെ ബോധ്യം. സംശയം വന്നത്, ചോദ്യം ഉന്നയിക്കപ്പെട്ടത്, സാത്താനില്ലെന്ന് നിങ്ങൾ പറയുന്നു, പിന്നെ എങ്ങനെയാണ് അതിൽ നിന്ന് മോചനം കിട്ടുന്നത് എന്ന്. ഒന്ന്, ദയവ് ചെയ്ത് വീഡിയോ കേൾക്കണം. വീഡിയോ ശ്രദ്ധാപൂർവം കേൾക്കാതെ കമന്റ് ചെയ്താൽ ഇത്തരം അബദ്ധങ്ങൾ ചോദിക്കേണ്ടി വരും. പിശാചില്ലെന്ന് ഇന്നേ വരെ ഒരിടത്തും ഒരു സംഭാഷണത്തിലും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം സത്യവിശ്വാസത്തിന്റെ ഭാഗമായ ഒരു കാര്യം തന്നെയാണ്. പൈശാചിക തിന്മകൾ ഉണ്ട് എന്നാണ് നമ്മുടെ ബോധ്യം. അത് വ്യക്തിപരമായ ബോധ്യമല്ല, സഭ നമ്മെ പഠിപ്പിച്ച വിശ്വാസത്തിലുള്ള കാര്യമാണ്. പിശാച് പ്രലോഭിപ്പിക്കുന്നില്ല എന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പിശാച് പ്രലോഭകനാണ്. നിങ്ങൾ കുമ്പസാരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷവും പാപച്ചാച്ചിലുകൾ നിലനിൽക്കും എന്ന് ട്രെൻഡ് സൂനകദോസ് പഠിപ്പിക്കുന്നുണ്ട്. പിശാചിന്റെ പ്രലോഭനം ലോകത്തുണ്ട്. പിശാചിന്റെ പ്രലോഭനത്തെ ഭയന്നോടുകയല്ല, പ്രലോഭനത്തിന്റെ വേളയിൽ ക്രിസ്തു വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെ തിരുവചനങ്ങൾക്കിടയ്ക്ക് എങ്ങനെയാണ് പിശാചിനെ തോൽപ്പിക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാർഗത്തിൽ തോൽപ്പിക്കണം. യേശു കുരിശിൽ പിശാചിനെ തോൽപ്പിച്ചു, ക്ഷമ കൊണ്ട് തോൽപ്പിച്ചു. വിദ്വേഷത്തിന്റെ വേരുകൾ പിഴുതു മാറ്റുന്ന ക്രിസ്തുവിന്റെ സ്നേഹം കുരിശിൽ വെളിപ്പെട്ടപ്പോൾ പിശാചിന്റെ തല തകർക്കപ്പെട്ടു. ജീവിതം കൊണ്ട് അത് ചെയ്യണമെന്ന് നമ്മൾ പറയണേ. അതുകൊണ്ട് പൈശാചിക തിന്മകൾ പ്രബലരാണ്, അവർക്ക് ഭയങ്കര ശക്തിയുണ്ട്, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന അബദ്ധത്തിലേക്ക് നമ്മൾ പോകില്ല. പൈശാചിക തിന്മകൾ പ്രലോഭകരാണ്. ആ പ്രലോഭനത്തെ അതിജീവിക്കാനായി നാം വിശുദ്ധ ഗ്രന്ഥത്തെ, വിശ്വാസത്തെ മുറുകെ പിടിക്കണം, കൗദാശിക അടിസ്ഥാനത്തിൽ ജീവിക്കണം എന്നാണ് നമ്മളെപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 2 ഭാഗങ്ങളിൽ വിശുദ്ധ പത്രോസിനെ കുറിച്ചുള്ള കാര്യം പറയുന്നുണ്ട്. അത് ഈ സംശയത്തിൽ ഉന്നയിക്കപ്പെട്ടൊരു കാര്യമായിട്ട് പറയാൻ നേരത്തെ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം പത്രോസ്
താൻ ആരാണെന്ന ചോദ്യത്തിന് നീ സജീവനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് ഏറ്റുപറയും. അപ്പൊ ഈശോ പറയും, നീ പത്രോസെ, ഇത് മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. രണ്ടാമത്തെ ഭാഗത്ത് പീഡാനുഭവ പ്രവചനം പറഞ്ഞു കഴിയുമ്പോൾ വിശുദ്ധ പത്രോസ് പറയും, കർത്താവെ, നിനക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ദൈവം കനിയട്ടെ, നമുക്ക് വഴി മാറി പോകാമെന്ന് പറയുമ്പോഴാണ് സാത്താനെ പിന്നിൽ പോകാമെന്ന് പറഞ്ഞത്. അതായത് ഒരേ സമയം ദൈവാത്മാവിൻ്റെ നിവേശനത്താൽ നമുക്ക് അറിവ് ലഭിക്കാം. പക്ഷേ നമ്മൾ മനസ്സിൻ്റെ ഭാഗത്ത് തഴങ്ങിയാൽ മാനുഷിക ചിന്തകൾ നമ്മെ നയിക്കുന്നത് പൈശാചികതയിലേക്കാണ്. ഇത്ര ഒരു കാര്യമാണ് അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് വ്യക്തമായി നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാത്താനെ പിന്നിൽ പോകുക എന്ന് പറഞ്ഞാൽ പത്രോസ് സാത്താനാണെന്നല്ല, നിന്റെ ചിന്തകൾ ദൈവികമല്ല, മാനുഷികമാണ്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ ദൈവികമല്ലാതായി പോകുമ്പോൾ അത് പൈശാചികമാണെന്നാണ് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഇവിടെ പറയേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞൊരു വീഡിയോയിൽ വ്യക്തമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൈശാചിക തിന്മകൾ പ്രവർത്തിക്കുന്ന പ്രലോഭനമായിട്ടാണ്. പ്രലോഭനം ഉണ്ടാകുമ്പോൾ ദൈവാശ്രയത്തോടെ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് കഴിയും. കാരണം കർത്താവിൻ്റെ രക്തം നമ്മിലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തം 2000 വർഷം മുമ്പ് കാൽവരി മലയിൽ ചിന്തപ്പെട്ടപ്പോൾ ആ രക്തം എൻ്റെയും നിങ്ങളുടെയും മേലുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കുമ്പോഴാണ് വിശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് യാതൊരു തർക്കവും നമുക്കില്ല. ചോദ്യം വന്നത് തലമുറകളായി വരുന്ന രോഗങ്ങൾ. ചില രോഗങ്ങൾ വരുന്നു, കഠിനമായ രോഗങ്ങൾ വരുന്നു. ഇത്തരം രോഗങ്ങൾ വരുന്നത് തലമുറ ദോഷം കൊണ്ടാണോ എന്നാണ്. രോഗങ്ങൾ വരുന്നത് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. 5 തരം രോഗങ്ങൾ തന്നെയുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഇവിടെ സമയം പോരാ. മുൻപൊരു ടോക്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 5 തരം രോഗങ്ങളുണ്ട്. ശുദ്ധീകരണ രോഗങ്ങൾ, സ്വാഭാവിക രോഗങ്ങൾ, ആന്തരിക സൗഖ്യത്തിൻ്റെ പ്രശ്നം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, പൈശാചിക രോഗങ്ങൾ, ദൈവമഹത്വം പ്രാപിക്കാനുള്ള രോഗങ്ങൾ. 5 രോഗങ്ങളാണ് വിശ്വാസ സംബന്ധമായി വീക്ഷിക്കുമ്പോൾ. രോഗങ്ങൾ തുടർച്ചയായി ഒരു കുടുംബത്തിലുണ്ടാകുന്നു. അതിന് 2 കാരണങ്ങളുണ്ടാകാം. ഒന്ന്, രോഗം ഒരു ഭയമായി അവരെ ഭരിക്കുന്നുണ്ടാകാം. ഇപ്പോൾ പിതാവിനൊരു രോഗം ഉണ്ടായാൽ അത് പാരമ്പര്യമായിട്ട് തനിക്കും വരും എന്നൊരു ഭയം ഉണ്ടായാൽ ആ ഭയം ഒരു രോഗത്തിലേക്ക് നയിക്കാം. പല ഭയങ്ങളും രോഗത്തിൻ്റെ വാതിലാണെന്ന് കാണാൻ പറ്റും. ഇനി മാത്രമല്ല, നമ്മുടെ ശാരീരിക ഘടനയ്ക്കകത്ത്, ക്രോമസോം വ്യവസ്ഥയ്ക്കകത്ത് ചില മാറ്റങ്ങൾ അപ്രകാരം ഉണ്ടാകാം. അങ്ങനെയും രോഗങ്ങൾ വരാം. പക്ഷേ പൂർവികരുടെ പാപം കൊണ്ടാണ് രോഗം വരുന്നത് എന്ന് പറയുന്നത് പൂർവികരെ ആക്ഷേപിക്കലാണ്, വിശ്വാസവിരുദ്ധമാണ്, ഒരേപോലെ തന്നെ തിന്മയാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് രോഗങ്ങൾ വരുന്നത് എന്തെങ്കിലും കുഴപ്പമുള്ളവർക്കാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ രോഗം തുടർച്ചയായി വരുന്നു, അതിനൊരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ രോഗം പാപത്തിൻ്റെ ഫലമാണ് എന്നതിനർത്ഥമുണ്ട്. രോഗം പാപത്തിൻ്റെ ഫലമല്ല. ലാസറിന് രോഗം വരുമ്പോൾ ഈശോ യോഹന്നാൻ സുവിശേഷം 11:4 പറയുന്നുണ്ട്, ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ളതാണ്. ഓരോ രോഗാവസ്ഥയും ദൈവമഹത്വം വെളിപ്പെടുന്ന വേദികളാണ്. സഹനമുണ്ട്, ക്ലേശമുണ്ട്, അതിൻ്റെ പുറകിൽ വേദനയുണ്ട്. പക്ഷെ ആ വേദനകളൊക്കെ ഒരു നിത്യസമ്മാനത്തെ കരുതി വയ്ക്കുന്നവയാണ്, ഒരു മഹത്വീകരണത്തിൻ്റെ അവസ്ഥയെ കരുതി വയ്ക്കുന്നവയാണ്. അതുകൊണ്ട് പാപം ചെയ്യുന്നവനാണ് രോഗം ഉണ്ടാകുന്നത് എന്ന് പറയരുത്. അതൊരു അബദ്ധമാണ്. രോഗം പാരമ്പര്യമായി വരുന്നു എന്നുള്ളത് പാപം പാരമ്പര്യമായി വരുന്നത് കൊണ്ടല്ല, ശാരീരിക പ്രകൃതികൾക്കനുസരിച്ച് അകത്ത് ഇത്തരം രോഗങ്ങൾ സ്വാഭാവികമാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു കാലത്ത് നിർവചിക്കപ്പെടാത്ത പല കാര്യങ്ങളും പുതിയ രോഗങ്ങളായി ഇപ്പോൾ അവതരിച്ചുകൊണ്ടിരിക്കുന്നു. ശാരീരികതയിൽ, ജീവിതക്രമത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ രോഗങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ ഇത്തരം കാര്യങ്ങളെ, ജീനോളജി അടക്കമുള്ള കാര്യങ്ങളെ ആത്മീയമായ മേഖലയിൽ കൊണ്ടുവന്ന് കെട്ടുന്നത് യഥാർത്ഥത്തിൽ അബദ്ധമാണ്. അതുകൊണ്ട് രോഗങ്ങൾ വരുന്നത് ഇപ്രകാരം എന്തെങ്കിലും ഒരു കുഴപ്പത്തിൻ്റെ ഇതുകൊണ്ടല്ല, എന്തെങ്കിലും ഒരു കുഴപ്പം കാരണമല്ല, ആരെങ്കിലും ചെയ്ത പാപം മൂലമല്ല, പാപമല്ല രോഗകാരണം എന്നറിയണം. ശരീരം എന്നത് നശ്വരമായ ഒന്നാണ്. മനുഷ്യൻ നശ്വരനാണ്. ശരീരത്തിൻ്റെ പ്രകൃതി രോഗമാണ്. ആരോഗ്യമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അത് നിരന്തരം നശിച്ചുകൊണ്ടും പുനർജീവിച്ചുകൊണ്ടാണ് ശരീരം മുമ്പോട്ട് പോകുന്നത്. ശരീരത്തിൽ രോഗമുണ്ടാകുക ഒരു സ്വാഭാവികമായ കാര്യമാണ്. ഒരു സഹോദരൻ എനിക്ക് അയച്ച സന്ദേശത്തിൽ പറയാണ്, കഠിന പാപികളെ തീയിലൂടെ കടത്തിവിടും എന്ന് പറഞ്ഞതിൻ്റെ ഭൂമിയിലെ അനുഭവമാണ് കീമോതെറാപ്പി എന്ന് കേട്ടു എന്ന് പറയുന്നത്. രോഗം വരുന്ന ഒരാളെ എത്ര ആക്ഷേപിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി. പ്രഘോഷണത്തിൽ അപ്പുറം ഒരു പഞ്ചിന് വേണ്ടിയൊക്കെ പറഞ്ഞൊരു ഡയലോഗായിരിക്കും ഇതേ. പറഞ്ഞപ്പോൾ അങ്ങനെ തോന്നി, പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതായിരിക്കാം. ഈ വിശ്വാസിക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ്.
ഒരു രോഗാവസ്ഥയുള്ള ആളെ എത്ര സ്നേഹത്തോടെയും കരുതലോടെയും കാണേണ്ടവരാണ് നമ്മൾ. കീമോതെറാപ്പി നീ അനുഭവിക്കുന്നത് നിന്റെ കഠിന പാപത്തിൻ്റെ ശിക്ഷയായിട്ടാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒരു മഹാബദ്ധമാണ്. അത്തരം താരതമ്യങ്ങൾ യഥാർത്ഥത്തിൽ ദൈവം ആത്മീയമല്ലെന്ന് മാത്രമല്ല മനുഷ്യത്വപരം പോലും അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവാനുഗ്രഹത്തിന് കാരണമാകുന്ന എങ്ങനെയെന്നും പറഞ്ഞു. ഇനി പൂർവികർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ അയക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അബദ്ധം പഠനമുണ്ട്. പൂർവികർ നമ്മുടെ ജീവിതത്തിലേക്ക് ചില ദുരന്തങ്ങൾ അയക്കും. എന്തിനു വേണ്ടിയാണ്? നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. അത് തെറ്റായ പ്രബോധനമാണ്. അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങരുത്. പൂർവികർക്ക് ഇങ്ങോട്ട് വരാനോ ഇവിടേക്ക് എന്തെങ്കിലും അയക്കാനോ ഒന്നുമുള്ള ശേഷിയില്ല. ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്നതെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവമാണ്, നശ്വര പ്രകൃതിയാണ്. ഇവിടെ ഇതേ നടക്കൂ. നമ്മൾ ആലോചിച്ച് നോക്കി, വിശ്വസിക്കുന്നത് നമുക്ക് മാത്രമൊന്നുമല്ലോ, ലോകത്തുള്ള 800 കോടി മനുഷ്യർക്ക് ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. വിശ്വാസം അറിയാത്തവർക്കും ക്രിസ്തുവിനെ അറിയാത്തവർക്കും ഒക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. വിശപ്പ് എല്ലാവർക്കും എന്നതുപോലെ തന്നെ വയറുവേദനയും എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്. ഇത് പ്രകൃതിയുടെ സ്വഭാവമാണ്. ആ നശ്വര പ്രകൃതത്തെ അനശ്വരമാക്കുകയാണ് വിശ്വാസം വഴി. അതുകൊണ്ട് അബദ്ധവിശ്വാസങ്ങളിൽ കുടുങ്ങരുത്. കുടുംബവൃക്ഷമെന്ന മഹാബദ്ധത്തെക്കുറിച്ച് പറയാനാണ് നമ്മൾ, പക്ഷെ നമുക്ക് ഒന്നും എത്താനായില്ല. ദൈവം അനുവദിച്ചാൽ വീണ്ടും ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നമുക്ക് കുടുംബവൃക്ഷത്തെക്കുറിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.